അപ്പോൾ വളരെ സന്തോഷം സാറേ, ഭയങ്കര സന്തോഷാണോ? സൂപ്പർ അല്ലേ? ലാസ്റ്റിലൊക്കെ ഇങ്ങനെ അഭിനയിച്ച് തകർക്കല്ലേ? സാറല്ലേ പാട്ട് സെലക്ട് ചെയ്തെന്ന്, പിന്നെ സൂപ്പർ അഭിനയിച്ച് തകർക്കല്ലേ? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നമ്മുടെ ടീച്ചറും ചോദിച്ചിട്ടുണ്ട്. ടീച്ചർ ലാസ്റ്റിലാണ് ചോദിച്ചത്. ടീച്ചർ നന്നായി പാടി അജോലി പറയുന്നു. ഓക്കെ, നമ്മുടെ പ്രീജയൊക്കെ ഇരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് ചിരിച്ചു കാണുന്നത്. പ്രീജ എന്തോ അഭിപ്രായം പറഞ്ഞു നോക്കട്ടെ, അഭിപ്രായം പറഞ്ഞു. 58 വയസ്സുണ്ട് കേട്ടോ, 58 വയസ്സുണ്ട്. അതാണ് ഞാൻ ആലോചിച്ചത്. നമ്മൾ ഇരുന്ന് ഇങ്ങനെ ആസ്വദിച്ചു പോകുന്ന അത്രയും രസമായിരുന്നു, ലയിച്ചു പോവായിരുന്നു അതിന്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഞാൻ എന്റെ അമ്മയോട് ചോദിച്ചു, ഈ അനിതാ മാം ഒക്കെ പാടുന്നിട്ട് എന്റെ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അമ്മയ്ക്ക് ചേരണോ ഞങ്ങളുടെ കൂടെന്ന്. അമ്മ ഇവിടെ ഉണ്ട്, അമ്മ ഇപ്പൊ നാമം ചൊല്ലാണ്. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് പാടണോ? അമ്മയുടെ പ്രായത്തിലുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്, 65 വയസ്സാ അമ്മയ്ക്കായത്. ഞാൻ പറഞ്ഞു അതൊന്നും പ്രായമല്ല, 70 വയസ്സ് കഴിഞ്ഞവരൊക്കെ പാടുന്നുണ്ട്, അമ്മ പാടിക്കോളൂ, എനിക്ക് ഇഷ്ടമാണ് പാടുന്നത്. അപ്പൊ ഞാൻ അതാ ആലോചിച്ചത്, എന്ത് രസമായിട്ടാണ് ഈ പ്രായത്തിൽ നല്ല ലയിച്ച് പാടി അനിത മാം. ഭയങ്കര കൺഗ്രാറ്റ്സ്, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കണ്ടപ്പോ. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇതിൽ കൂടുതൽ എന്ത് വേണം? ടീച്ചർ നമസ്കാരം, അൺമ്യൂട്ട്. ടീച്ചറിൽ നമ്മുടെ ഗുരു വന്നിട്ടുണ്ട്, ഗുരുവിനോട് ചോദിക്കാം. ടീച്ചർ ലാസ്റ്റ് ആണ് ജോയിൻ ചെയ്തത്. ടീച്ചർ കേട്ടിട്ട് അഭിപ്രായം പറയും. ഞാൻ കേട്ടോണ്ടിരിക്കുവായിരുന്നു. നന്നായിട്ട് പാടി, നന്നായിട്ട് പാടിയല്ലേ? നല്ല നല്ല രസമുണ്ടായി കേൾക്കാനായിട്ട്. ഓക്കെ, അനിത മാം പാടും എന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം നമ്മള് ഓരോ പാട്ടുകളും കേൾക്കുമ്പോൾ പാടാൻ പറ്റും എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയണ കാര്യം. അപ്പം ഇതുപോലെ അറ്റംപ്റ്റ് ചെയ്യാം ഓരോ പ്രാവശ്യവും ഓരോ പാട്ടുകൾ വന്ന് ചെയ്യുമ്പോൾ ബെറ്ററായി വരും ഇനിയും. ഓക്കെ, എപ്പോഴും മനസ്സിൽ വയ്ക്കാം. അപ്പോൾ വെരി ഗുഡ് അനിത, ഒരുപാട് സന്തോഷം. അപ്പോൾ ടീച്ചർ എപ്പോ തുടങ്ങാം അല്ലേ? റൈറ്റ്. അപ്പോൾ പല്ലവിയും ഹമ്മിങ്ങും പല്ലവി എടുക്കാം ടീച്ചർ. ടീച്ചർ പാടിക്കോട്ടെ. ഒരാളെ ടീച്ചർ വിളിച്ചോളൂ. അടുത്തത് പ്രീജ മാമിന്റെ കേൾക്കാം. ഗുഡ് ഈവനിങ് ടീച്ചർ. ഗുഡ് ഈവനിങ് സർ. റെഡിയല്ലേ? ശ്രുതിയൊക്കെ അല്ലേ? ഓക്കെ അല്ലേ? തോന്നുന്നുണ്ട്. തിരുവോണപ്പൂലരീതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി, തിരുമേനി എഴുന്നിള്ളും സമയമായി, ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. ഉത്രാടപ്പൂക്കുന്നിന്നുച്ചിയിൽ പൊൻവീൽ ഇത്തിരി പൊന്നുരുക്കി, കോടി മുണ്ടൊടുത്തും കൊണ്ടോടി നടക്കുന്നു കോമള ബാലൻ
തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നിള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ഓക്കെ, ഒറ്റയടിക്ക് ഞാൻ ടീച്ചർ അഭിപ്രായം പറയാൻ ഒറ്റയടിക്കാൻ പറയാം. സൂപ്പർ. ഇനി ടീച്ചർ എന്തോ അതിന്റെ മുകളിൽ പറഞ്ഞാലും ഇതൊരാൾ കേട്ട് കഴിഞ്ഞാൽ സൂപ്പറായി പാടി എന്ന് പറയും. ഇനി അതിന്റെ മുകളിൽ ടീച്ചർ എന്ന് പറയും. നന്നായിട്ട് പാടി. നല്ല എന്താ പറയാ, ക്ലീൻ ആയിരുന്നു, ഭയങ്കര ക്ലീൻ ആയിരുന്നു. ഈ ഫുൾ സോങ് സത്യം പറഞ്ഞാൽ ഓരോ വരിയും ക്ലീൻ ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞെന്ന എല്ലാ സാധനവും പാടി, എല്ലാം പാടി. താങ്ക് യു ടീച്ചർ. ഇതിന്റെ പുറകില് വലിയൊരു ടിപ്പ് സാറ് തന്നിട്ടുണ്ട്. ടീച്ചറുടെ അടുത്ത് പറയല്ലേ അത്, ടീച്ചറുടെ അടുത്ത് പറയല്ലേ, ടീച്ചറുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല അത്. അതെനിക്ക് അതാ നന്ദി എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ലേ, അതാ. ടീച്ചർക്ക് അറിയില്ല അത്. ടീച്ചറോട് പറയണ്ട കേട്ടോ. ടീച്ചർ ഇങ്ങനെ പാടണമെങ്കിൽ അത് സാറിന്റെ ടിപ്പ് ഉണ്ട്, അല്ലാതെ ഞാൻ എന്റെ മടുക്കല്ല. ഗുരുവിനോട് നുണ പറയാൻ പാടില്ലതാണ്, പക്ഷെ ടീച്ചറോട് പറയേണ്ടത് കേട്ടോ. ഒരു ഗുരു അറിഞ്ഞു തന്നത്, അപ്പൊ മറ്റേ ഗുരുവിനോട് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. രണ്ടുപേരും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോയിക്കോട്ടെ. അപ്പൊ വെരി ഗുഡ്. അപ്പൊ ഞാൻ മനസ്സിൽ കണ്ടത് എന്താണോ അത് ആ വീഡിയോയിൽ നിന്ന് അത് 100% അത് ഉണ്ടായി. അതാണ് അത്. ഞാൻ ഒറ്റ കാര്യം പറയാം, അത് നിങ്ങളുടെ ടീച്ചർക്കോ ഒരു ടീച്ചർക്കോ അത് കാണാൻ പറ്റില്ല. ഈ ഒരു ലോജിക്ക് ആർക്കും കാണാൻ പറ്റില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ചെയ്യണമെങ്കിൽ ആ ടൂൾ ഉപയോഗിക്കണം. അപ്പൊ ഇവർക്ക് സാധാരണ ടീച്ചർമാർക്ക് ആ ടൂൾ ഉപയോഗിക്കാൻ അറിയില്ല. പിന്നെ അത് എങ്ങനെ എഡിറ്റ് ചെയ്യും? പറ്റില്ല. ഓഡിയോ എന്ന് വീഡിയോ എടുക്കണം, പറ്റില്ല. ഓഡിയോ എന്ന് വീഡിയോ എടുത്തിട്ട് അതിനകത്ത് ഈ പറയുന്ന സംഭവം ഗ്രാഫിക്സ് വെച്ചുള്ള കളി ഇവർക്ക് പറ്റില്ല. പറ്റുന്നവരുണ്ടാവും, വളരെ അപൂർവമാണ്. അപ്പൊ അത് നമുക്ക് എന്തുകൊണ്ടാണ്, നമുക്കിപ്പോ ഒരു ബോട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ബോട്ട് വേണം. ഒന്ന് ബോട്ട് ഓടിച്ച എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ ബോട്ടിനകത്ത് കയറി നമ്മൾ അവിടെ കൂടെ ഇരുന്ന് പരിചയം വേണം. ഇത് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്ക് കപ്പലോ ബോട്ടോ ഓടിക്കാൻ പറ്റില്ല. സെയിം സിറ്റുവേഷൻ ആണ്. അപ്പൊ നമ്മൾ പുറമെ നിന്ന് ബോട്ടിൽ കയറിപ്പോണ്ട്, പക്ഷെ അതിനകത്ത് എഞ്ചിൻ റൂമിൽ കയറിയിട്ട് ഗിയർ എവിടെയാണ്, അത് എങ്ങനെയാണ് ഓടിക്കേണ്ടത് അറിയണ്ടേ. അപ്പോ ആ ഒരു ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ചിന്ത വരില്ല. ടീച്ചർ എപ്പോഴും ആ പ്രൊഫഷണൽ രീതിയിൽ മാത്രമേ ചിന്തിക്കുള്ളൂ. ഇത് എന്റെ മനസ്സിൽ എപ്പോഴും ഒരു സംഭവം എത്ര എളുപ്പമാക്കി കൊടുക്കാമെന്ന് എന്റെ മനസ്സിലുണ്ട്. അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ ആദ്യമേ കാണും. എത്ര നമ്മൾ താഴത്തേക്ക് പോകാൻ പറ്റും, എങ്ങനെ നിങ്ങളെ അത് എളുപ്പമാക്കാന്നുള്ളത്. അതാണ് ആ ഒരു ചിന്താഗതിയാണ് ആ ഒരു ഗ്രാഫിക്സിൽ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്റെ മനസ്സിൽ എന്താണ് ഉണ്ടായിരുന്നത് അത് ആദ്യമേ തന്നെ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളവര് നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നെള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ടീച്ചർ നന്നായിട്ട് പാടിട്ടോ. ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ, ഇതൊരു ഓർഡർ ആണ്, ഇത് റിക്വസ്റ്റ് ഒന്നുമല്ല. അടുത്ത സ്റ്റുഡിയോയില് സെപ്റ്റംബറിൽ വന്ന് പാടിക്കൊള്ളണം സ്റ്റുഡിയോയില്. ഞാൻ സത്യം പറഞ്ഞ പാടിയും ചോദിക്കാൻ വരുമായിരുന്നു. ഒരു കാര്യം കൂടി, പ്രൊഫസറെ പോലുള്ള ആളുകള് പാടാൻ കഴിവുള്ളവർ വളരെ അപൂർവമാണ്. പ്രൊഫസറായിട്ടുള്ള ആളുകൾ പാടുന്നവർ വളരെ അപൂർവമായിരിക്കും. ഏജ് മിനിമം ഒരു 60 വയസ്സുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ശരിയാണോ? 60 അല്ല സാറേ, 65 കഴിഞ്ഞു. അപ്പൊ അത് ആ ചാൻസുകള് എത്ര തിരക്കുണ്ടെങ്കിലും അത് നമ്മളെ സൺഡേ ആണ്, നമ്മൾ സമയം കണ്ടെത്തുക. അല്ലെങ്കിൽ പിന്നീട് എപ്പോഴും കിട്ടണമെന്നില്ല. ഞാൻ പറഞ്ഞത് എപ്പോഴും നമുക്ക് തരാൻ പറ്റില്ല, എപ്പോഴും എനിക്ക് തരാൻ പറ്റില്ല. ദാറ്റ്സ് ഓൾ. അപ്പൊ അതുകൊണ്ട് അത് വേണ്ടവൾ ഉപയോഗിക്കുന്നത്. പിന്നീട് സാർ ഇനി സ്റ്റുഡിയോ റെക്കോർഡിംഗ് കൊണ്ട് വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല. ദാറ്റ്സ് ദ റീസൺ. നെക്സ്റ്റ് ടൈമിൽ ഞാൻ വന്നിരിക്കും സാർ. അതിപ്പോ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ നിർമ്മല തിരുവനന്തപുരത്ത് വന്നാണ്, ജാസ്മിൻ എന്നുള്ള സിംഗറുണ്ട് തിരുവനന്തപുരത്ത് വന്നാണ്. അപ്പൊ അത് ഡിസ്റ്റൻസ് ആളുകൾക്ക് ഡിസ്റ്റൻസ് ഒരു പ്രശ്നമല്ല. ഇപ്പൊ പാലക്കാട് നിന്ന് വന്നവരുണ്ട്, കോഴിക്കോട് നിന്ന് വന്നവരുണ്ട്, കണ്ണൂരിൽ നിന്ന് വന്നവരുണ്ട്, കോട്ടയത്ത് നിന്ന് വരുന്നവരുണ്ട്, ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നവരുണ്ട്, കൊല്ലത്ത് നിന്ന് വന്നവരുണ്ട്. അപ്പോ ഡിസ്റ്റൻസിനുള്ള ഇഷ്യൂ. പക്ഷെ ചാൻസ് ആണ്. യു ഗെറ്റ് ഓൾറെഡി നല്ലൊരു കഴിവുണ്ട്. ആ കഴിവ് ജനം അറിയട്ടേന്നേ, നമ്മൾ ഒതുങ്ങിപ്പോരുത്. അതിന്റെ റീച്ച് ഭയങ്കരമായിരിക്കും. പ്രൊഫസർ ജയചന്ദ്രനെ സംബന്ധിച്ച് അതിന്റെ റീച്ച് വലുതാണ്. ഞാനത് പറയുന്നത്. നമ്മുടെ പൊസിഷനും നമ്മുടെ പ്രൊഫൈലും
അതും ദാറ്റ് മാറ്റേഴ്സ്. ഓക്കെ. ഞാൻ സത്യം പറഞ്ഞാൽ കേട്ടപ്പോഴേക്കും നന്നായിട്ട് പാടി. നല്ല ഫീലാണ് മാറ്റേഴ്സ്. തീർച്ചയായിട്ടും ഞാൻ അത് അടുത്ത ദൈവികമാണ്. ടൈമിൽ വന്നിരിക്കും. ദൈവികമാണ്. അത് ഒരിക്കലും അത് നമ്മളത് ആളുകൾ അറിയാതെ പോകരുത്. ഡിഫറൻസ്. നല്ല രീതിയിൽ അത് ഡെലിവറി ചെയ്യുന്നത് മാത്രമല്ല, നല്ലൊരു ഇതുപോലെയുള്ള നല്ല തഴുകി പാടുന്ന ഒരു പാട്ടുകൾ, നല്ല രസത്തിൽ പാടുന്ന ഒരു പാട്ട് എടുക്കുക. പാട്ട് സെലക്ഷൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്.